അച്ഛാന്നാ വിളിക്കുക. അതാണ് അച്ഛൻ. അച്ഛൻ എങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കുക. അച്ഛന് സുഖമാണോ? എന്നോട് ഫോൺ ചെയ്ത് വെച്ചത് അച്ഛന് സുഖമാണോ. ഞാൻ സുരേഷ് എന്ന വ്യക്തിനെ, സുരേഷ് കുമാർ എന്ന ഒരു വ്യക്തി മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. സുരേഷ് പല പ്രാവശ്യം ഇവിടെ വന്നതാണ്, ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ്. ഞങ്ങൾ എപ്പോഴും നന്നായി സംസാരിക്കുന്നവരാണ്. അല്ലാണ്ട് അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല. അത് എൻ്റെ റിക്വസ്റ്റാണ് അത്. ഉണ്ട്. അതിനാണല്ലോ അയാൾ മന്ത്രിയാവുന്നത്. അതല്ലേ അയാൾ കഴിയുന്നത് അയാൾ ചെയ്യും നാട്ടിന് വേണ്ടി. അയാൾ ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അയാൾ ഈ MP ആയിട്ട് എന്താണ് സത്യപ്രതിജ്ഞ. നമസ്കാരം. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുക, സ്നേഹബന്ധങ്ങളെ സ്നേഹബന്ധങ്ങളായി കാണുക, വിലമതിക്കുക, അംഗീകരിക്കുക. രാഷ്ട്രീയവും സ്നേഹബന്ധങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരുമായി നമുക്ക് വളരെ ആത്മബന്ധങ്ങളുണ്ടാകാം. പക്ഷെ അത് രാഷ്ട്രീയം ആയി ചിത്രീകരിക്കേണ്ടതില്ല. ഇത് എൻ്റെ വാക്കുകളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഏറ്റവും കൂടുതൽ നാൾ ഇരുന്ന് ഭരണം നടത്തിയ മൺമറഞ്ഞ സഖാവ് EK നായനാരുടെ പത്നി ശാരദ ടീച്ചറുടെ വാക്കുകളാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടിയ, കേരളത്തിൽ നിന്നും ആദ്യമായി BJP ടിക്കറ്റിൽ വിജയിച്ചു കയറിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് അടുത്ത ദിവസം കണ്ണൂരിൽ EK നായനാരുടെ പ്രിയപ്പെട്ട ഭാര്യ ശാരദ ടീച്ചറെ കാണുവാൻ എത്തുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ശാരദ ടീച്ചർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. ശാരദ ടീച്ചറെ തേടിച്ചെന്ന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ടീച്ചർ ഇത്തരത്തിൽ സംസാരിച്ചത്. എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. ഞാൻ 5 വയസ്സ് മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒപ്പം തന്നെയാണ്. എൻ്റെ അമ്മാവൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതും അന്നുണ്ടായ പുകിലുകളും അദ്ദേഹത്തെ അന്നത്തെ സർക്കാർ തൂക്കാൻ വിധിച്ചതുമെല്ലാം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ എൻ്റെ രാഷ്ട്രീയം വേറെ, എനിക്കുള്ള സ്നേഹബന്ധങ്ങൾ വേറെ. ഇത് തന്നെയാണ് എൻ്റെ ഭർത്താവായിരുന്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, ഇടതുപക്ഷത്തിന്റെ സാരഥിയായിരുന്ന EK നായനാർക്കും ഉണ്ടായിരുന്നത്. EK നായനാർ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലുപരിയായി രാഷ്ട്രീയ ജാതി മത ഭേദങ്ങളൊന്നുമില്ലാതെ തന്നെ ഒത്തിരി ആളുകളുമായി അദ്ദേഹത്തിന് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ പലതും ഇപ്പോഴും ഊഷ്മളമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ശാരദ ടീച്ചർ പറഞ്ഞത്. അതിലൊരു ബന്ധമാണ് സുരേഷ് ഗോപിയുമായി ഉള്ളത്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ വ്യക്തിബന്ധത്തിൽ ഒരിക്കലും ചർച്ചയാവാറില്ല, തടസ്സമാകാറില്ല. സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്. സുരേഷ് ഗോപി ജയിച്ചതിൽ സന്തോഷമുണ്ട്. നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് സാധിക്കട്ടെ എന്നുകൂടി ശാരദ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നു. മൺമറഞ്ഞു പോയ തന്റെ പ്രിയ ഭർത്താവ് EK നായനാരെ സുരേഷ് ഗോപി അച്ഛൻ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത് എന്നാണ് ശാരദ ടീച്ചർ പറഞ്ഞത്. എന്നെ അമ്മ എന്നും ആണ് സുരേഷ് ഗോപി വിളിച്ചിരുന്നത്. വളരെ നിഷ്കളങ്കമായ സ്നേഹത്തിനും കറകളഞ്ഞ വ്യക്തിത്വത്തിനും ഉടമയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ എന്താണ് എന്നുള്ളതും അറിയില്ല. അത് ഒരു കാരണവശാലും ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒരു ചർച്ചയായിട്ടില്ല, തടസ്സവും ആയിട്ടില്ല എന്നാണ് ശാരദ ടീച്ചർ പറഞ്ഞത്. സുരേഷ് ഗോപി ഇതിനു മുമ്പും പലവട്ടവും ഇവിടെ വന്നിട്ടുണ്ട്. നായനാർ മരിച്ചതിന് ശേഷവും വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ വഴിപാട് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ശാരദ ടീച്ചർ മാധ്യമത്തിനോട് പറയുകയുണ്ടായി. ഇന്ന് എല്ലാവരും രാഷ്ട്രീയത്തിലുപരിയായി ഒന്നുമില്ല എന്ന് വിചാരിക്കുമ്പോൾ വിരുദ്ധ രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുന്ന ആളുകൾ പോലും വളരെ ആത്മാർത്ഥമായ ബന്ധങ്ങളുണ്ട്, ദൃഢമായ വിശ്വാസങ്ങളും ബന്ധങ്ങളും പുലർത്തുന്ന ആളുകളുണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെയും EK നായനാരുടെയും കുടുംബവും തമ്മിലുള്ള ഈ ബന്ധം കാണുമ്പോൾ മനസ്സിലാകേണ്ടത്. എന്തായാലും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപിയുടെ ആദ്യ പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു തന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്ന, തന്റെ പാർട്ടിക്കാരനല്ലാതിരുന്നിട്ട് കൂടി കേരളത്തിൽ ഒത്തിരി മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നിട്ടുണ്ട്. എന്നാൽ ഈ മുഖ്യമന്ത്രിയെ പോലെ, അതായത് EK നായനാരെ പോലെ എനിക്ക് മറ്റാരുമായി ഇത്രയധികം ഒരു സ്നേഹബന്ധം ഇല്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പല സന്ദർഭങ്ങളിലും തന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ശാരദ ടീച്ചർ വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വേള സുരേഷ് ഗോപിയുടെ വീട്ടിലോ സുരേഷ് ഗോപിയുടെ മണ്ഡലമായ തൃശ്ശൂരിലേക്കോ പോകുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരിൽ EK നായനാരുടെ വീട്ടിലെത്തി EK നായനാരുടെ പ്രിയ പത്നി ശാരദ ടീച്ചറെ കാണുന്നു എന്നുള്ളതിനും ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശാരദ ടീച്ചർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
രാഷ്ട്രീയമൊന്നും നിങ്ങളതിൽ കാണണ്ട ഒന്നും. ഞാൻ ഇവിടെ എത്ര പലതരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതായാലും എനിക്ക് അങ്ങനെ എൻ്റെ സഖാവിൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത്. അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ആ ഒരു ബഹുമാനത്തിൽ നായനാരുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വരുന്നത്. ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക, പെരുമാറുക. ഉണ്ട്. അതിനാണല്ലോ അയാൾ മന്ത്രിയാവുന്നത്. അതല്ലേ അയാൾ കഴിയുന്നത് അയാൾ ചെയ്യും നാട്ടിന് വേണ്ടി. അയാൾ ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അയാൾ ഈ MB ആയിട്ട് എന്താണ് സത്യപ്രതിജ്ഞക്കല്ല, ഈ MB ആയ ആ സമയത്തും കൂടെ അയാൾ ആർക്കോ 12 ലക്ഷം കൊടുത്തിട്ട് പറഞ്ഞ് ഇനിയും അത് മതിയായില്ലെങ്കിൽ ഞാൻ വീണ്ടും തരുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ ആരാ പറയാ? 12 ലക്ഷം കൊടുത്തിന് ഞാൻ പേപ്പറിൽ വായിച്ചതാണ്, മറ്റു വേറെ അറിഞ്ഞതല്ല. കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളെല്ലാം പേപ്പറിൽ? അത് തന്നെ അതൊരു വ്യക്തിയാണ് അയാൾ. അതാണ് അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാളിപ്പോൾ ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജെല്ലാം വന്ന് പാവപ്പെട്ട കുട്ടികളെന്നെ നോക്കൂലോ അയാൾ. രാഷ്ട്രീയമല്ല നോക്കുക, രാഷ്ട്രീയക്കാരെ മക്കളെന്ന് നോക്കൂല. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. ഞാനതിനൊരു കണ്ടതുകൊണ്ട് പറയുന്നതാണ്. അതെ, ആയിരിക്കും. അയാൾ കഴിയുന്ന പോലെ ചെയ്യും. അയാൾ ഒന്നാമത് ഇങ്ങനെ ഈ പാവപ്പെട്ടവരോട് വളരെ സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ ഇനിയും നോക്കുക അത് തന്നെയല്ലേ. കമ്മ്യൂണിസ്റ്റ് മൈൻഡ് അയാളെ മൈൻഡ് എനിക്കറിയില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ രാഷ്ട്രീയമൊന്നും ഇപ്പം എൻ്റെ കൂടെ ചോദിക്കണ്ട. ഞാൻ രാഷ്ട്രീയം പറയില്ല നിങ്ങളോട്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ സുരേഷ് എന്ന വ്യക്തിനെ, സുരേഷ് കുമാർ എന്ന വ്യക്തി മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. സുരേഷ് പല പ്രാവശ്യം ഇവിടെ വന്നതാണ്, ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ്. ഞങ്ങൾ എപ്പോഴും നന്നായി സംസാരിക്കുന്നവരാണ്. അല്ലാണ്ട് അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല. അത് എൻ്റെ റിക്വസ്റ്റ് അത്. എൻ്റെ സഖാവാരാന്ന് നിങ്ങൾക്കറിയില്ലേ? പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പാടില്ല. എൻ്റെ സഖാവാരാണ്, ഞാൻ ആരുടെ ഭാര്യയാണ്, അതെല്ലാം നിങ്ങൾക്കറിയാലോ. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി എന്നോട് എൻ്റെ അടുത്ത് ഒരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് സുരേഷ് ഇപ്പം ജയിച്ചു, മന്ത്രിയായി, അയാൾ കഴിയുന്ന കാര്യം അയാൾ ചെയ്യുമായിരിക്കും. അത് എനിക്ക് പറയാൻ പറ്റൂലല്ലോ, അയാളല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയമൊന്നും ഈ സമയത്ത് എന്നോട് ചോദിക്കണ്ട. ഞാൻ ഇവിടെ വെറുതെ പാവപ്പെട്ട ഒരു ടീച്ചർ ഇവിടെ ഇനി ഇരിക്കുന്നതാണ്. സമാധാനം എനിക്കിപ്പം വേണ്ട, വേറെ ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. സമാധാനത്തോടുകൂടി ജീവിക്കണം എനിക്ക്. മറ്റേ എന്തെങ്കിലും പറഞ്ഞ് അതിനെപ്പറ്റി ഒരു വർത്താനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് എനിക്കിഷ്ടമല്ല. അത് എന്നെപ്പറ്റിയോ എൻ്റെ സഖാവിന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലുത് എനിക്ക് എൻ്റെ സഖാവാണ്.